സ്ത്രീകൾക്ക് ജോലിയില്ലെങ്കിൽ നേരിടുന്ന പ്രധാനപ്പെട്ട 5 പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എപ്പോഴും ഒരു പരിധി ഉണ്ടായിരിക്കും. അതായത് മറ്റുള്ളവർ നിയന്ത്രിക്കും നമുക്ക് എന്ത് വേണം. ഇപ്പോൾ പല കാര്യങ്ങളും വാങ്ങണമെന്നും ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടും പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ പലരും വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും. ഹസ്ബൻഡിൻ്റെ നിന്ന് പൈസ വാങ്ങിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലപ്പോഴും നമുക്ക് അത്യാവശ്യമെന്ന് തോന്നുന്ന സാധനങ്ങൾ പോലും നമ്മൾ വാങ്ങാതെ മാറ്റി വയ്ക്കുന്നുണ്ടാവും. മക്കൾക്ക് ആഗ്രഹമുള്ള കളിപ്പാട്ടങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് അതും വാങ്ങാൻ കഴിയാതെ പോവും. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എപ്പോഴും ഒരു പരിധി ഉണ്ടായിരിക്കും. നമ്മൾ ആഗ്രഹിച്ച പോലെ യാത്ര ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഇനി രണ്ടാമത്തെ പോയിൻറ്റ്, നമുക്ക് സമൂഹത്തിലോ നമ്മുടെ കുടുംബത്തിലോ ഒന്നും വലിയ വിലയൊന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ജോലിക്ക് പോകുന്നവരെയും ജോലിക്ക് പോകാത്തവരെയും 2 രീതിക്ക് തന്നെയാണ് സമൂഹം കാണുന്നത്. പഠിച്ചിട്ടും ജോലി കിട്ടാണ്ട് വീട്ടിലിരിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന റെസ്പെക്റ്റും അത്ര തന്നെയായിരിക്കും. നമ്മൾ മറ്റുള്ളവർ നമ്മളെ പരിഗണിക്കാനും നമുക്ക് റെസ്പെക്റ്റ് കിട്ടണമെങ്കിലും സമൂഹത്തിൽ തലയുയർത്തി നിൽക്കണമെങ്കിലും നമുക്ക് തീർച്ചയായും ജോലി വേണം. മൂന്നാമത്തെ പോയിൻറ്റ്, നമ്മളെപ്പോഴും മറ്റുള്ളവരോട് കൈനീട്ടേണ്ടി വരും. ബന്ധുക്കളോടും പരിചയക്കാരോടും എന്തിന് നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ സുഹൃത്തുക്കളോട് പോലും നമ്മൾ കൈനീട്ടേണ്ടി വരും. ചിലപ്പോൾ പഠിച്ച സമയത്ത് അവരെക്കാളും നന്നായിട്ട് പഠിച്ചവരായിരിക്കാം നമ്മൾ. പക്ഷേ ഇന്ന് അവരുടെ മുന്നിൽ തന്നെ പോയി കൈനീട്ടുക, പൈസ കടം ചോദിക്കുക, അവധി വീണ്ടും പറയുക, അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടി ജീവിക്കേണ്ടതായി വരും. നാലാമത്തെ പോയിൻറ്റ്, വിവാഹം കഴിഞ്ഞ പല സ്ത്രീകളും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം. അമ്മായിയമ്മയായിട്ടോ നാത്തൂനായിട്ടോ അല്ലെങ്കിൽ അല്ലാതെ ഹസ്ബൻഡുമായിട്ടോ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് നമ്മുടെ ജോലി. എപ്പോഴും ബിസി ആയിരിക്കുക, തിരക്കായിരിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ജോലി ഇല്ലാത്തൊരു സാധാ വീട്ടമ്മയാണെങ്കിൽ എപ്പോഴും വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച് എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വെറുതെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നമ്മൾ തന്നെ ഒരു നെഗറ്റീവ് പേഴ്സണായിട്ട് മാറും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനും ഒരു ജോലി വളരെ ആവശ്യമാണ് ഒരു സ്ത്രീക്ക്. ജോലി ഉണ്ടെങ്കിൽ രാവിലെ എണീക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, മക്കളുടെ കാര്യങ്ങൾ നോക്കുക, കഴിഞ്ഞിട്ട് നമ്മുടെ ജോലിക്ക് പോവുക. നമ്മൾ തിരക്കാണ്, നമുക്ക് എപ്പോഴും മറ്റു കാര്യങ്ങളോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ നെഗറ്റീവ് പേഴ്സൺസിനെ കുറിച്ചോ ചിന്തിക്കേണ്ടി വരില്ല. അപ്പം ഏറ്റവും നല്ല വഴിയെന്ന് പറഞ്ഞാൽ ഒരു ജോലി ഉണ്ടായിരിക്കുക തന്നെയാണ്. ഇനി നാലാമത്തതും ഏറ്റവും പ്രധാനമായിട്ടുള്ള പോയിൻറ്റ്, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവാതിരിക്കും. നമുക്ക് ജോലിയില്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പുണ്ടാവില്ല. നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല, നമുക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നിനും ഇന്ന് എന്ത് വാങ്ങണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും പൈസ വേണം. ഇപ്പോൾ നമുക്ക് ഹെയർ കെയർ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് വാങ്ങണം, കയ്യിൽ പൈസ ഉണ്ടോ ഇല്ല. ഹസ്ബൻഡിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്നതിനൊരു പരിധിയില്ലേ. ഹസ്ബൻഡിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഹസ്ബൻഡിന് അതിൻ്റേതായ ചിലവുകളും ഉണ്ടായിരിക്കും. നമുക്ക് തന്നെ അറിയാം, ഫാമിലിയിലെ മുഴുവൻ കാര്യങ്ങൾ ഹസ്ബൻഡ് നോക്കിയിട്ട് നമുക്ക് വേണ്ടി വില പിടിച്ച സാധനങ്ങൾ വാങ്ങിച്ചു തരാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ, നമ്മുടേതായിട്ടുള്ള സെൽഫ് കെയറിന് വേണ്ടിയുള്ള പ്രോഡക്റ്റ്സ് വാങ്ങാൻ, നമുക്കിഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിക്കഴിക്കാൻ, മറ്റുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ, നമ്മുടെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യാൻ, അവർക്ക് വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയും നമുക്ക് സമൂഹത്തിൽ സ്വയം ഒരു വില ഉണ്ടാവുകയൊക്കെ ചെയ്യും. നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയും. മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയും. അതാണ് ഏറ്റവും വലുത്. അപ്പം പഠിച്ച എല്ലാ കുട്ടികളും കല്യാണത്തിന് മുന്നേ കഴിയുമെങ്കിൽ ഒരു ജോലി വാങ്ങുക. ഇനി അപ്പോൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷം ഒരിക്കലും പഠനം കളഞ്ഞിട്ടിരിക്കരുത്. എത്രയും വേഗം ഒരു ജോലി വാങ്ങുക. സമയമൊന്നും പോയിട്ടില്ല, ഇനി ഒരുപാട് സമയവും അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നന്നായിട്ട് യൂസ് ചെയ്യുക, നല്ലൊരു ജോലി വാങ്ങുക. ഓൾ ദി ബെസ്റ്റ്.